ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഹെയർ സ്ക്രഞ്ചിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ക്രോഷ്യ ഹൂക്ക് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ആണ് ഉപയോഗിക്കുന്നത്. ഓസ്വാളിൻ്റെ ആണ്. ഇത് 100 ഗ്രാമാണ്. 132 ആണ് ഇതിൽ വില. എങ്കിലും നമുക്ക് 120ക്ക് കിട്ടുന്നതാണ്. 10 നമ്പർ ഹൂക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു ഹെയർ ടൈ വേണം. പിന്നെ നമുക്ക് എലാസ്റ്റിക്കിലും ചെയ്യാവുന്നതാണ്. ആവശ്യത്തിന് കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഹെയർ ടൈൽ നമ്മൾ ആ യാണൊന്ന് നോർമലൊന്ന് കെട്ട് കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഹൂക്ക് ഉപയോഗിച്ച് നൂലിനെ ഇതിൻ്റെ ഹെയർ ടൈയുടെ അടിയിൽ കൂടി കൊണ്ടുവന്ന് ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ടൈറ്റ് ചെയ്തിട്ട് വീണ്ടും ഇപ്പോൾ നമ്മൾക്ക് 2 ചെയിൻ സ്റ്റിച്ച്, ഇപ്പോൾ ടോട്ടൽ 3 ചെയിൻ സ്റ്റിച്ച് ആയിട്ടുണ്ട്. അപ്പോൾ യാൺ ഓവർ ചെയ്തിട്ട് നമ്മൾക്ക് ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. അപ്പം വെളിയിലത്തെ നൂലിനെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഫസ്റ്റ് കാണുന്ന 2 ലൂപ്പിൽ കൂടി നൂലിനെ കൊണ്ടുവരിക. നെക്സ്റ്റ് 2 ലൂപ്സിൽ കൂടിയും കൊണ്ടുവരിക. നമ്മൾ ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് കാണുന്ന 2 ലൂപ്സിൽ കൂടി, നെക്സ്റ്റ് 2 ലൂപ്സിൽ കൂടി, ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ഡബിൾ ക്രോഷ്യ കുറച്ച് ചെയ്തിട്ട് നമ്മൾക്ക് അടുക്കടുക്ക് ഇങ്ങനെ അടുപ്പിച്ച് കൊടുക്കണം. ഇങ്ങനെ എന്ന് വെച്ചാൽ ഫുള്ള് കവർ ചെയ്ത് അടുത്തടുത്ത് നമ്മൾ ചെയ്യണം. ഇപ്പോൾ നമുക്ക് ഈ ഹെയർ ടൈ എടുക്കുന്നത് അതിൻ്റെ സെയിം കളറ് യാണ് ഉപയോഗിച്ചാൽ നന്നായിരിക്കും. അല്ല വേറെ കളറ് മാറിപ്പോയാലും കുഴപ്പമില്ല. നല്ല അടുക്കടുക്ക് ചെയ്താൽ മതിയാകും. ഇപ്പോൾ ഫുള്ള് ഇതിൽ നല്ലതുപോലെ കവർ ചെയ്ത് ഡബിൾ ക്രോഷ്യ ചെയ്യുക. നമ്മൾ കുറച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് അടുത്താക്കി കൊടുക്കണം. ചില ഹെയർ ടൈ കാണാത്ത വിധം കവർ ചെയ്ത് നമ്മൾ ഈ നൂലുപയോഗിച്ച് ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഇപ്പോൾ നമുക്ക് സിമ്പിളാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാൻ. നമ്മൾ ക്രോഷ്യ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ബാലൻസ് വരും. അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ പല കളറിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ഇങ്ങനെ അടുപ്പിച്ചാക്കി കൊടുത്തിട്ട് വേണം ചെയ്യാൻ. ഇപ്പം ഞാൻ ഒരു 1 റൗണ്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇത് സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഇനിയിപ്പം നമ്മൾ അത് ജോയിൻറ്റ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ 1 റൗണ്ടേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ജോയിൻറ്റ് ചെയ്യുകയാണ്. ശേഷം ഒരു ചെയിൻ സ്റ്റിച്ച് കൂടി ഇട്ടിട്ട് നൂല് കട്ട് ചെയ്യണം. അപ്പോൾ നമുക്കവിടെ ലോക്കായിട്ട് കിട്ടും. ശേഷം ബാലൻസ് നൂലിനെ നമുക്ക് ഈ ഹൂക്ക് കൊണ്ട് തന്നെ കുറച്ച് ഉള്ളിലോട്ട് ആക്കി കൊടുത്താൽ മതിയാകും. ഇത് നമ്മൾക്ക് പല കളറിൽ നമ്മൾക്ക് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ഏത് യാണും ഏത് ഹൂക്കും നമ്മൾക്ക് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. കുറച്ച് കട്ടിയുള്ളതാണ്. 4 പ്ലൈയുടെയാണ്, 4 സ്ട്രാൻഡ്സ് ആണ്. അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം.
ഇത് ഞാൻ അക്രിലിക് യാൺ കൊണ്ട് ചെയ്തതാണ്. ഇതും അതേപോലെ തന്നെയാണ്. ഇപ്പോൾ പല കളറ് ചെയ്തു എന്നേ ഉള്ളൂ. ഇത് മൾട്ടി കളറാണ്. ഇത് നല്ല ഭംഗിയുണ്ട്. ഇത്തിരി ഷൈനിങ് ഉള്ള യാണാണിത്. ഇപ്പോൾ നമുക്ക് കുറച്ച് സമയം കൊണ്ട് നമുക്ക്